welcome back to my channel and you're watching Aiden Vlog. So ഇന്ന് നമ്മളുടെ കുക്കിംഗ് സീരീസിലെ വീഡിയോ നമ്പർ 3 ആണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കേക്ക് പക്ഷെ വിതൗട്ട് എ ബാറ്റർ. സോ ദാറ്റ്സ് ദ തിങ് വി ആർ ഡൂയിങ് നൗ. ദിസ് ബ്രെഡ് ബ്രെഡ് ഏത് ബാറ്റർ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബ്രെഡിന് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ ഇപ്പം ചെറിയ എല്ലാ ഇതും വലിയ വലിയ സംഭവങ്ങളൊന്നുമല്ല, നമ്മളുടെ കൈക്ക് ഒതുങ്ങുന്ന സാധനങ്ങൾ വെച്ച് മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. ആൻഡ് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് സെൻഡ് ചെയ്തു, ഞാൻ വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഇപ്പം ഉണ്ടാക്കാൻ പോകും. യെസ്, അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇതൊന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓക്കെ, ലൈക്ക് അത്രയ്ക്ക് വേസ്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഓക്കെ വീഡിയോ എടുക്കാമെന്ന ഒരു പ്ലാനിലോട്ട് വന്നത്. അപ്പോൾ എന്തായാലും ദാറ്റ്സ് ദ പരിപാടി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. 2 ലെയർ വെക്കണം, അതുകൊണ്ട് നമ്മൾ 8 ബ്രെഡ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടി ബിസ്ക്കറ്റ് നമ്മൾ ഓർഡർ ചെയ്ത്, അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പി ബിസ്ക്കറ്റ് എടുത്തു. പിന്നെ ആവശ്യത്തിന് പാല്, പിന്നെ ഷുഗർ സിറപ്പ്. അപ്പോൾ ഇത് ആദ്യം നമുക്കൊന്ന് ഈ ഒരു ബിസ്ക്കറ്റിന് നമ്മൾ കുറച്ച് പാലൊക്കെ ഒഴിച്ച് ഒരു എന്താ പറയുക, ഒരു പേസ്റ്റ് എന്നല്ല, ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് പറ്റുമോ? ഇത് എത്ര ഗ്ലാസ്? ഈ ഒരു 1/2 ഗ്ലാസ് പാല് നമുക്ക് മതി. ആൻഡ് ഒരു 2 പാക്കറ്റ് ബിസ്ക്കറ്റും ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കയ്യിൽ വന്ന എല്ലാ ഡിസാസ്റ്ററിന്റെ അങ്ങനെ ഇത് വന്ന് അലിഞ്ഞത് പൊക്കോളും. നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അരയ്ക്കാം, പക്ഷെ എന്തിനാ മിക്സി ആവശ്യമില്ല. നിങ്ങളിത് നമുക്ക് ചെയ്ത് ഇതാക്കിയാൽ മതി. രീതിയിലാണ് നമുക്ക് ആക്കേണ്ടത്. കുറച്ച് നമുക്ക് ക്രഞ്ചി ആയിട്ട് കഴിക്കുന്ന ഒരു രീതിയിലും ആൻഡ് ഒരു പേസ്റ്റ് എന്ന ഒരു രീതിയിലും ആക്കിയാൽ മതി. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് നമുക്ക് മുറിച്ച് ഒരു കേക്കിന്റെ രൂപത്തിൽ കൊണ്ടുവരണം. അപ്പൊ നമുക്ക് നോക്കാം. ബ്രെഡിന്റെ കോർണേഴ്സിൽ അത് മാത്രം നമുക്ക് വെട്ടിക്കളയാം. ആദ്യം ഈ റൗണ്ട് ഷേപ്പിലുള്ള വല്ല സാധനം വെച്ചിട്ട് നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിലോട്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോഴാണ് കേക്കിന്റെ ഒരു ഇത് വരുന്നത്. இப்படி பண்ண வந்துருமா? അടിച്ചിട്ടുണ്ട്. ാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തിരിച്ചെടുക്കണം. അത്രേ ഉള്ളൂ. Yes, guys, we did it. ഷുഗർ സിറപ്പാണ്. ഇതിന് ഷുഗറും ജസ്റ്റ് വെള്ളം മാത്രം മിക്സ് ചെയ്ത ഒരു ഷുഗർ സിറപ്പാണ്. ആ വീട് അവർ അങ്ങനെ പറഞ്ഞത് ഇൻസ്പയർഡ് ആണ്. എന്നാലും നമ്മളുടെ രീതിയിൽ നമ്മുടെ ഒരു രീതി. ഒരു ലെയർ എടുക്കുക, ഷുഗർ സിറപ്പ് ഇടാം, പിന്നെ അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ഇത്ര മതിയില്ല? മതി. പിന്നെ നമുക്ക് ഈ ഒരു മിക്സ്ചറാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കുറച്ച് എന്താ പറയുക, ക്രഞ്ചി ആണ്, കുറച്ച് ഇങ്ങനെ ലൂസി കൺസിസ്റ്റൻസിയും ആണ്. ക്രീമി കടിക്കാനും അടിപൊളിയായി. போதும் உள்ள போதும் ஏன்னா வெளியே நிறைய ஊற்ற வேணும். ലെയർ നമ്മൾ വെച്ചു. അടുത്ത ലെയർ. പക്ഷെ ഇത് ലെയർ അല്ല, ഇത് നമ്മൾ ഫുള്ളായിട്ട് ഒഴിക്കണം. കാരണം ഇത് 2 ലെയർ നമ്മൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി ലെയർ വേണമെങ്കിൽ അതിന് മേലെ വെച്ച് ശേഷം ബ്രെഡ് ഇടാം. ഞങ്ങൾ 2 ലെയർ സ്റ്റോപ്പ് ചെയ്യും. വേണ്ട. ഓക്കെ ഫുള്ളാ വേണമല്ല. ഓക്കെ ആ സൈഡெல்லாம் கவர் பண்ணு. நீ எந்த சைடு கவர் ஆகும்? இந்த சைடு எடு. இது சைடு கவர் ஆகுமா தெரியல, பட் கவர் ஆகும். நம்பிக்கை ஆகும். നമ്മളിത് മൊത്തം കവറാക്കി ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ തന്നെ അങ്ങനെ തൂവിക്കോ. അങ്ങനെ ചുമ്മാ ഒരു ഡെക്കറേഷൻ കുറച്ച് നോക്കണ്ടേ.
നമ്മളുടെ കേക്ക് ഇതാ ഇവിടെ റെഡിയായി ഗൈസ്. ഇത് നമ്മൾ സ്കൂളിലൊക്കെ നോ ഗ്യാസ് കുക്കിംഗ് അങ്ങനെ എന്തോ ഇത് തന്നെ നമുക്ക് ഒന്നും യൂസ് ചെയ്യണ്ട, ഗ്യാസ് യൂസ് ചെയ്യണ്ട, ജസ്റ്റ് ചെയ്യാ ബ്രെഡ് എടുക്കുക ചെയ്യാ കഴിയാ അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ഉണ്ടാക്കിയാണത് ടേസ്റ്റ് ചെയ്തത്. അതിന്റെ എന്നെ മാത്രം നീയല്ലേ എടുക്കണ ആള്, നീ ടേസ്റ്റ്. பரவாயில்லடோ நல்லாதான் வந்திருக்கு. കേക്ക് പോലെ വന്നിട്ടുണ്ട്, അതാണ് മെയിന്. നന്നായിട്ടില്ല പറയുന്നത്. സ്വീറ്റ് ഇഷ്ടപ്പെടില്ല തോന്നുന്നു. മീൻസ് സ്വീറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും കരുതണ്ട. സ്വീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ദിവസം ഞാൻ ഒന്ന് കഴിക്കുമ്പോൾ പറയുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ലതാണ്. അത് ഞാൻ പറഞ്ഞ സ്കൂളിലൊക്കെ ഇങ്ങനെ കോമ്പറ്റീഷനൊക്കെ വന്നാൽ അത് അടിപൊളിയായി ട്രൈ ചെയ്യാം. പക്ഷെ നമ്മളെന്തൊക്കെ ഇതൊന്നും അപ്പോൾ ട്രൈ ചെയ്യാണ്ടിരുന്നത് നമുക്കപ്പോൾ ഒന്നുമില്ല. ഇങ്ങനത്തെ റീണും നമുക്ക് അപ്പോൾ വരില്ല, ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എല്ലാ റീണും വരില്ല. യെസ്. അപ്പോൾ ദ റിയൽ ഇൻസ്പയർഡ് കേക്ക് അടിപൊളിയായിട്ടോ നമുക്ക് വർക്കായി. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ ഇങ്ങനെ വീട്ടിലിങ്ങനെ വെക്കേഷനിലൊക്കെ ഉള്ളപ്പോൾ അഫ്കോഴ്സ് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.